തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളേവരെയും സന്ധിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് അനുവാദം തരുന്ന ദൈവകൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം വളരെ സങ്കീർണമാണ്. അത് പ്രത്യേകിച്ച് പറയാതെ എല്ലാവർക്കും അറിയാം. അസ്വസ്ഥയുടെ ആലസ്യങ്ങൾ തിങ്ങി വീങ്ങുന്ന കാലഘട്ടത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ കരതലങ്ങളിൽ നിന്ന് വിടുതലും നന്മയും ഒക്കെ ഏറ്റുവാങ്ങി ഇത്രത്തോളം വന്നെത്താൻ ദൈവം സഹായിച്ച ഒരു കൂട്ടം ജനമാണല്ലോ വചനം കേൾക്കുന്നത്. അധികം വിനയത്തോടെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവമേ ആവശ്യമായ നാളുകൾ തിരുനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ കൃപ തരണേ എന്നും പ്രാർത്ഥിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ വിനയപ്പെടാം. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവവചനം കേൾക്കാൻ മനസ്സ് വെച്ചിട്ടുള്ള എല്ലാവരെയും ഓരോരോ മേഖലകളിൽ കൂടെ, യൂട്യൂബിൽ കൂടെ ആകട്ടെ, ടി വി കൂടെ ആകട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഫേസ്ബുക്കിൽ കൂടെ ആകട്ടെ, എല്ലായിടത്തും അതിന് സമയം കണ്ടെത്തുന്നവർ, പ്രത്യേക ഈ മണിക്കൂറുകളിൽ ദൈവം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേകരെ ഈ വചനം കേട്ട്, ഈ വേർഡ് ഇൻ പവർ, വചനം ശക്തി എന്ന വചനം കേട്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ അനേകരെ വിളിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നു. ദൈവം ആ മേഖലയിൽ വിടുതൽ നൽകി സഹായിക്കുന്ന ദൈവകൃപയോർത്ത് ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിച്ചുകൊണ്ട് വീണ്ടും വിനയപ്പെട്ട് ഇന്ന് ഈ മണിക്കൂറുകൾ വീണ്ടും ദൈവവചനം പറയാനായി നാം ഒരുങ്ങുകയാണ്. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അങ്ങേപ്പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ വന്യവും മഹത്വമുള്ള നാമത്തിൽ കർത്താവേ, വീണ്ടും ഞങ്ങൾക്ക് ഒന്നിച്ചതിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന മേഖലകളിൽ വചനം ധ്യാനിപ്പാൻ അനുവാദം തരുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തും. കർത്താവ് സഹായിക്കണമേ. ഈ മണിക്കൂറുകളിൽ നിന്റെ മാറ്റമില്ലാത്ത വചനം എഴുതപ്പെട്ട ആത്മാവിൽ കർത്താവ് ഇത് വിളിച്ചു പറയാൻ എളിവനും വരവും കൃപയും തരണം. അത് ശ്രമിക്കുന്ന അനേകായിരങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ അവർക്കത് വിടുതലിനും നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമാകണേ. തിരുനാമ മഹത്വപ്പെടണേ എന്ന് പറയാം. എല്ലാ ശിഷ്ടത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. പരിശുദ്ധാത്മാവ് സകലവും നിയന്ത്രിക്കണം. അനുഗ്രഹകരമായ രീതിയിൽ കർത്താവ് ഈ വചനം അനേകരുടെ ഹാതുകളിൽ ചെന്നെത്തുവാൻ, ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടാകാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. അടിയനെ ദൈവാത്മാവിൽ ശക്തീകരിച്ച് കൃപയുടെ ജ്ഞാനത്തോടെ കാക്കണം. എല്ലാം അങ്ങേ മഹത്വത്തിനായി തീരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അവിടെ നാം ചിന്തിച്ചു വരിക നാളുകളായി വേർഡ് ഇൻ പവർ എന്നുള്ള ഈ വചനം അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു എന്നറിയുന്ന ഞങ്ങളെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഈ മണിക്കൂർ വീണ്ടും ദൈവം ഉള്ളത്തി പ്രകാശം എന്ന ഒരു വേദവചന ഒരു വിഷയം ഈ മണിക്കൂറുകളിൽ ഈ ദിവസങ്ങളിൽ തുടർന്നും അത് ചില വിഷയങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കാനായി താല്പര്യപ്പെടും. അത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. വളരെ സുപരിചിതമായ വചനം അല്ലേ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു അല്ലേ? അനുഗ്രഹീതമെന്ന് പറയാൻ കാരണം എന്നാ? പുതിയ നിയമത്തിൻ്റെ താളുകളിൽ വളരെയധികം പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പദമാണ് ഈ ദൈവരാജ്യം. എന്തുവാ നമ്മളൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നു, പക്ഷേ ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുവാ ദൈവരാജ്യം? അല്ലെ, എവിടെയാ ദൈവരാജ്യം? ആരാണിതിൻ്റെ സ്ഥാപകൻ? അതിൻ്റെ ഉദ്ദേശം എന്നാ? ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ നിമിഷവും ദൈവവചനം ചിന്തിക്കുമ്പോൾ അതിനോട് ചോദിക്കണം, വൈ വെയർ ചോദിച്ചാൽ നമുക്ക് കൂടുതൽ അത് ധ്യാനിക്കാനായിട്ടുള്ളൊരു ഒരു നടത്തിപ്പ് ദൈവം തരും. അത് അനുഗ്രഹമായി തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ? അതിനായിട്ട് നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ദൈവത്തിന് കർത്താവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ അല്ലേ, നമുക്കറിയാം, ഇതേക്കുറിച്ച് പറഞ്ഞു. യേശു ക്രിസ്തു ഇതേക്കുറിച്ച് പറഞ്ഞു. യേശു ക്രിസ്തു എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അതൊക്കെ വിശുദ്ധ മത്തായി ശിഷ്യ 3-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ സ്നാപക യോഹന്നാനും 4:17 യേശു കർത്താവും 10:7 കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവരാജ്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് അറ്റ് ഹാൻഡ്. അതാ പറയുന്നത്. ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്തോ ചെയ്യണം? മാനസാന്തരപ്പെടണം. റിപ്പന്റ്. ഇതൊരു വലിയ വിഷയമല്ലേ?
ഇന്ന് മാത്രമല്ല, യോഹന്നാൻ സ്നാപകൻ ഈ വചനം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചു. മാനസാന്തരപ്പെട്ട മാത്രം പോരാ, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഗോസ്പൽ, ഗുഡ് ന്യൂസ്. റിപ്പൻറ്റൻസ് വിത്തൗട്ട് ഫെയ്ത്ത് ഈസ് നത്തിങ്. അപ്പം ഫെയ്ത്തിൽ കൂടെ കർത്താവിൽ നമ്മൾ വിശ്വസിച്ച് ആ അനുഗ്രഹം നേടുന്നതാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. എന്താ കാരണം? സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ ആ ദൈവരാജ്യ മൂല്യങ്ങളുടെ വിശാലതയിലേക്ക് നമ്മൾ കടക്കും. അല്ലെ, ഞാൻ ആരംഭത്തിൽ ഓർമ്മിച്ച പോലെ ദൈവരാജ്യം ഒരു വാക്ക് നിൽക്കും. ബട്ട് ദർ ഈസ് എ ഡീപ്പർ ഇൻസൈറ്റ് ആൻഡ് റിയാലിറ്റി ഹൈഡിങ് ഇൻസൈഡ് ദീസ് വെരി സെയിം വേർഡ്. ഈ വാക്കിനകത്ത് തന്നെ വലിയ ആത്മീയ സത്യം ആഴങ്ങളിൽ കടന്ന് ചെന്നാൽ കാണാൻ കഴിയും. അതിനായിട്ടാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്താ കാരണം? ദ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗുഡ് ന്യൂസ് that the Son of God came to the world, died for our sins. It is the good news that our sins are forgiven if we believe. Not only that, we will be with the Lord forever and ever in heaven. എന്താ പറഞ്ഞത്? മനസ്സിലായല്ലോ? എന്താ സുവിശേഷം എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ തൻ്റെ പുത്രനായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ച് ഇവിടെ പരമയാഗമായി തീർന്നു. ആ വലിയ സത്യത്തിൽ വിശ്വസിക്കുന്നതിന് പാപമോചനമുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്ക് അനന്തമായി കർത്താവിനോടുകൂടെ നിത്യമായി സ്വർഗത്തിൽ വസിക്കുകയും ചെയ്യാം. അത്രയുമുണ്ട് സുവിശേഷത്തിൽ. ഈ യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരാളോട് രക്ഷിക്കപ്പെടണം, എന്തുവാ? പലരും അത് ഗൗരവമില്ലാതെ കാണും. ബട്ട് വളരെ ആന്തരികമായി വലിയ സത്യം, വലിയൊരു ആത്മീയ അനുഗ്രഹം. അല്ല, എല്ലാ മണ്ഡലങ്ങളിലും, നോട്ട് ഓൺലി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ടോട്ടാലിറ്റി മുഴുവനും ഉൾക്കൊള്ളുന്നൊരു സത്യമല്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുതൽ നിത്യത വരെ നിലനിൽക്കുന്ന ഒരു വലിയ സത്യമാണ്. സത്യമെന്ന് മാത്രം പറഞ്ഞാൽ ഒരു വലിയൊരു അനുഭവമാണ് കേട്ടോ. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചത്. ഗോഡ് ഇൻ ജീസസ് ഇനാഗ്രേറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ദിസ് വേൾഡ്. അപ്പൊ ഇന്ന് ദൈവരാജ്യം ഉണ്ടോ? ദൈവം സ്ഥാപിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് തന്നെ ഇതേക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യം, ദൈവരാജ്യം അവിടെയാണ് ആരംഭിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുവാ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. എന്താ പറഞ്ഞത്? ബ്ലെസ്ഡ് ആർ ദോസ് ഹു ആർ പൂർ ഇൻ സ്പിരിറ്റ്. പൂർ ഇൻ സ്പിരിറ്റ് അല്ലെ ആത്മാവിൽ ദരിദ്രം എന്ന് പറഞ്ഞാൽ എന്തുവാ? ആത്മീയമായി ബലഹീനനായി, നട്ടലില്ലാത്ത ആത്മീയനായി ജീവിക്കുന്നതല്ല എൻ്റെ അർത്ഥം. പിന്നെ എന്നാ? അതിൻ്റെ അർത്ഥം വളരെ ഗൗരവമാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പൂർ ഇൻ സ്പിരിറ്റ് മീൻസ് ബി ഹംബിൾ. വിനയമുള്ളവരായിരിക്കുക. ഇച്ചിരൂടെ മുന്നോട്ട് കയറി പറഞ്ഞാൽ, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ. നാം ആരാന്ന് നമ്മളെ തന്നെ മനസ്സിലാക്കുക. അതാണ് അതിനകത്ത് അർത്ഥമായിരിക്കുന്നത്. ദൈവത്തിന് to be the correct estimate of oneself. ഒരുത്തനെ തന്നെ ആകമാനമായി താൻ ആരാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിലൂടെ മുന്നോട്ട് കയറി പറഞ്ഞാൽ, റോമാലേഖനം 12:3 പറയുന്നു, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു തരാതെ ഓരോരുത്തന് ദൈവം വിശ്വാസത്താൽ അവനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവനെ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാമണ്ണം ഭാവിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇതൊരു വലിയ സത്യമായി. ഇതിനകത്ത് ഈ ആത്മാവിൽ ദരിദ്രം എന്ന് പറയുന്നതിനെ കുറിച്ച് അർത്ഥമാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അവന് ഞാൻ ആരാണ്? വലിയ പുള്ളിയാണെന്നൊന്നും പറഞ്ഞു തന്നാൽ ദൈവം രക്ഷിക്കത്തില്ല. വിനയത്തോടെ കടന്നില്ല ദൈവസന്നിധി പ്രാർത്ഥിക്കുക. പിന്നെ അതിൽ തന്നെ വേറൊരു ഇതിലുണ്ട്, ഓ ഐ ആം വീക്ക്, ഞാൻ ബലഹീന, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു ഫോൾസ് ഹ്യൂമിലിറ്റിയും അല്ല ദൈവത്തിന് വേണ്ടത്. അങ്ങനെ സ്വന്തമായി ചിന്തിക്കുന്നത് നല്ലതാ, അനുഭവം ഉണ്ടെങ്കിൽ. പക്ഷെ വാക്കുകളി മാത്രം പോരാ. ദൈവത്തിന് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് വിഷയം. നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ട്? നമ്മളൊന്നുമില്ല പ്രിയരെ, ദൈവത്തിൻ്റെ കരുണയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ പൂർ ഇൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൗമ്യതയുള്ളവരായി, താഴ്മയുള്ളവരായി. സൗമ്യതയുള്ളത് കൊണ്ട് കുഴപ്പമുണ്ട്. മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ സൗമ്യതയുള്ളവരായിട്ട് അതൊരു ബലഹീനമായിട്ട് കാണുകയും വേണ്ട. ഈ വേദപുസ്തകത്തിൻ്റെ ഭാഷ നമ്മൾ ആകമാനം പഠിക്കുമ്പോൾ ഈ സൗമ്യത, ശാന്തത, വിനയം എന്നുള്ളതിന് വലിയ അർത്ഥമാണ്.
വേദപുസ്തകത്തിൽ മോശയെക്കുറിച്ചും കർത്താവിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലേ? എന്തുവാ പറഞ്ഞേക്കുന്നത്? സംഖ്യാപുസ്തകം 12 അധ്യായം 3 വാക്യം മോശയെക്കുറിച്ച് ഭൂമിയിലേക്കും സൗമ്യനായ മനുഷ്യൻ. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകും, എന്നോട് ചേർന്ന് പഠിപ്പീൻ. മത്തായി 11:29 അല്ലേ? അപ്പൊ ഇവരെല്ലാം പറഞ്ഞു സൗമ്യതയുടെയും സാവധാനതയുടെയും വലിയതായിട്ടുള്ള അർത്ഥം. ആ മേഖലയിലായിരിക്കുന്നവനാണ് ദൈവരാജ്യം എന്ന കർത്താവ് പറഞ്ഞു. വിനയത്തിന്റെ അന്തരീക്ഷങ്ങളിൽ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അർത്ഥം എന്നാ? പൊതുവെ താഴ്മയുള്ളവർക്ക് പ്രാപിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനമാണ് ദൈവരാജ്യം. അതിനായിട്ടാണ് കാംക്ഷിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം അല്ലേ? വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്വഭാവം തന്നെ അതെ. യെശയ്യാ 57:15 എന്തുവാ? ഈ ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനായ കർത്താവിന് ഒരു പ്രത്യേകതയുണ്ട്. മനസ്താപവും മനോവിനയും ഉള്ളവരുടെ ഹൃദയങ്ങളിൽ പാർക്കുന്നവൻ. A wonderful God, a great God. He dwells in the heart of the people who are humble. അതാ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവരാജ്യം. ദൈവമേ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണേ. വിനയമുള്ളവരായി ജീവിപ്പാൻ കഴിയണമെന്നുള്ള നമ്മുടെ പ്രാർത്ഥനയായിട്ട്. അതാണ് ദാറ്റ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. വിനയമുള്ളവരായിരിക്കുക. അപ്പൊ ഈ വലിയ സത്യം യാഥാർത്ഥ്യമാകണം. ചില കാര്യങ്ങളൂടെ നമ്മളെ ജീവിതത്തിൽ അനുഭവത്തിൽ കൊണ്ടുവരണം. അത് 1-2 കാര്യം കൂടെ വേഗത്തിൽ പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 3 വാക്യം. ദൈവരാജ്യത്തിന്റെ പ്രവേശനത്തെക്കുറിച്ച് വാഴ്ത്തപ്പെട്ട കർത്താവ് വലിയൊരു പരീക്ഷ പ്രമാണിയോട് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവവചനം അറിയാവുന്നവരാണ് ശ്രദ്ധിക്കുന്നത് കൂടുതലൊന്നും എനിക്കറിയാം. എങ്കിലും ഒന്നുകൂടെ പറയട്ടെ. ആരെങ്കിലുമൊക്കെ അല്ലാതെ പോയാലും ദൈവരാജ്യം പ്രവേശിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളെ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം എടുത്ത് വായിക്കണേ. എല്ലാം വിശദീകരിക്കാൻ സമയമില്ലാതെ. കർത്താവിൻ്റെ അടുക്ക് വന്ന് ഓരോ നീ നല്ലവനാന്നൊക്കെ പറഞ്ഞ് പ്രശംസിച്ചപ്പോൾ കർത്താവ് അവന് ക്ഷയിക്കാനൊന്നും കൊടുത്തില്ല. എന്ന് പറഞ്ഞ് ഞാൻ നല്ലവനാന്നോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല വിഷയം. നീ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ നീ വീണ്ടും ജനിക്കും. എക്സെപ്റ്റ് എ മാൻ ബി ബോൺ അഗെയിൻ ഹി ഷുഡ് നോട്ട് എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണേ, വീണ്ടും ജന്മം പ്രാപിക്കണം. അവന് മനസ്സിലായില്ല കേട്ടോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യഹൂദ പ്രമാണിയാണ്, വലിയ അറിവൊക്കെ ഉള്ളവനാണ്. സ്തോത്രം ചെയ്യട്ടെ, ദൈവത്തിന് സ്തോത്രം. വേദവചനത്തിൽ വായിച്ചിട്ടുണ്ട്, കർത്താവ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവനോട് വെള്ളത്താലും ആത്മാവിനാലും അല്ലാതെ ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കാണുക പോലും ഇല്ലെന്ന്. പടക്കത്തില്ലെന്നല്ല, ദാറ്റ് യു വിൽ നോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്താ അതിൻ്റെ അർത്ഥം? ശാന്തമായി മനസ്സിലാക്കേണ്ട സത്യങ്ങൾ, കൺഫ്യൂഷൻ ഇല്ലാതെ. ദൈവം അതിൽ കൂടെ അർത്ഥമാക്കിയത് എന്താ? അതിനായി നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ വെള്ളത്താലും ആത്മാവും അല്ലെന്നുള്ളത്, ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അല്ലേ? ഇനി വെള്ളമെന്ന് പറഞ്ഞാൽ ഏതാ? ഏത് വെള്ളം? അങ്ങനെ ലോകത്തിൽ വീണ്ടും ജലം കൊടുക്കാൻ കഴിയും ഏതെങ്കിലും വെള്ളമുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് പല സമയങ്ങളിൽ ആത്മാവിനെയും പരിശുദ്ധാത്മാവിനെയും വചനത്തെയും ഒക്കെ സിമിലാരിറ്റി, ഈ ഉപമകൾ അല്ലെങ്കിൽ അതിന് പാരലായിട്ടുള്ള ചില മേഖലകളിൽ കൂടെ പറഞ്ഞിട്ട്, അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രാവ് പോലെ, വിൻഡ്, കാറ്റ്, വെള്ളം, ഇതിനെക്കൂടെ ഒക്കെ പറഞ്ഞ്, തീയ്, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഈ വചനത്തെക്കുറിച്ചും ദൈവം തമ്പുരാൻ രേഖപ്പെടുത്തിയിട്ടുള്ള വെള്ളത്തോടെ ഉപമിച്ച്, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുമ്പോൾ ഭൗതികമായ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലുള്ള വെള്ളമല്ല, പിന്നെ ദൈവവചനമാകുന്ന വെള്ളം. തെളിവുണ്ടോ? തെളിവില്ലാതെ പറയത്തില്ല കേട്ടോ. അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ പത്രോസിന്റെ ലേഖനം 1 അധ്യായം 22-23 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായി ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനനത്തിന് നമ്മെ സഹായിക്കുന്നത് ദൈവവചനവും ദൈവാത്മാവുമാണ്. ഇപ്പൊ ഇവിടെ ഇപ്പം ഒരു പത്രോസിൽ നമ്മളിപ്പോൾ വായിച്ച ഈ വചനം ഒരു ജനനത്തോട് ബന്ധപ്പെടുത്തിയ, സാധാരണ ജനനം ബീജസങ്കലനം കൊണ്ടാണ്, നമുക്കറിയാം. ആ ബീജം അതുമെല്ലാം ദ്രവിച്ച് കറപ്റ്റബിളാണ്. എന്നാൽ ദൈവവചനം കറപ്റ്റുള്ളതല്ല, ദ്രവിച്ചു പോകത്തില്ല. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനം. ആ വചനവും ദൈവാത്മാവും ഒന്നിച്ചൊരു മനുഷ്യന്റെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുമ്പോൾ അവനിൽ വിശ്വാസം പരിണമിക്കുകയും ആ വിശ്വാസം അവനെ കർത്താവിനെ സ്വീകരിക്കാൻ ഇടയാക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. The word of God and the spirit of God unitedly working for the transformation of a man to enter the kingdom of God.
അപ്പം യാക്കോബിന്റെ ലേഖനം 1:21-22 നമ്മൾ വരുമ്പോഴും ഈ വചനത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള ദൈവവചനം. വളരെ സംശയമില്ലാതെ, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഞാൻ പറയട്ടെ, നാം നിത്യതയുടെ അവകാശികളാക്കി തീർക്കാൻ വീണ്ടും ജനനം ആവശ്യമാണ്. വീണ്ടും ജനനത്തിലേക്ക് നമ്മെ നടത്തുന്നത് ദൈവാത്മാവും ദൈവവചനവുമാണ്. അതായത് ദൈവവചനം കേൾക്കുമ്പോഴല്ലേ പലരും രൂപാന്തരത്തിലേക്ക് വരുന്നതിൻ്റെ രഹസ്യം എന്താ? അത് മനസ്സിലായി. അപ്പം ദൈവവചനം കേൾക്കുമ്പോഴാണ് വിശ്വാസമാണ്. ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. ദൈവവചനം കേൾക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ദൈവവചനം ദൈവാത്മാവിൽ ഒന്നിച്ചൊരു മനുഷ്യൻ്റെ ഉള്ളത്തിൽ പ്രവർത്തിക്കുമ്പോൾ വലിയ രൂപാന്തരം അവനുണ്ടാകുക. അപ്പോൾ അവൻ വീണ്ടും ജനനത്തിലേക്ക് പ്രവേശിക്കുക. ഇത് ഞങ്ങളുടെയൊക്കെ അനുഭവം കൂടെ കേട്ടോ, ചുമ്മാ അത് വിളിച്ച് പറയല്ല. അതൊന്നും ഇപ്പോൾ എടുത്ത് നമ്മുടെ രൂപാന്തരത്തിൻ്റെ കാര്യമൊക്കെ പറയാൻ സമയമില്ല. അതുകൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, വീണ്ടും ജനനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരാം. കർത്താവ് ഇത് കഴിഞ്ഞിട്ട് അവൻ അത് മനസ്സിലാകാൻ ഒരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞു. വാട്ട് ദാറ്റ് ഈസ് ബോൺ ഓഫ് ദ ഫ്ലഷ് ഈസ് ഫ്ലഷ് ആൻഡ് വാട്ട് ദാറ്റ് ഈസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് ഈസ് സ്പിരിറ്റ്. നിക്കോദീമോസേ, ജഡത്താൽ ജനിച്ചത് ജഡമാ. നീ ഈ ഭൂമി ജനിച്ച ഒരു ദിവസമുണ്ട്, നീ ജഡമാ. എന്നാൽ നീ ആത്മാവിൽ ജനിക്കണം, അന്നേരം വീണ്ടും ജനനം. ദൈവത്തിന് സ്തോത്രം. അതും പറഞ്ഞിട്ട് മനസ്സിലാകാഞ്ഞിപ്പോൾ കർത്താവ് അന്നേരം എൻ്റെ അഭിപ്രായം അന്നേരം ഒരു കാറ്റ് അതിൽ അടിച്ച് കാണും കേട്ടോ. ഇപ്പോൾ കർത്താവ് പറഞ്ഞു, കണ്ടോ കണ്ടോ കാറ്റ് അടിച്ചോ, കണ്ടോ ഇതെവിടുന്നാ വന്നേ, ഇതെങ്ങോട്ടാ പോയത് വല്ല നിനക്കറിയാമോ? ഇല്ല. വീണ്ടും ജനിച്ചവനൊക്കെ ഇതുപോലെ എന്ന് വെച്ചാൽ എന്നാ, വീണ്ടും ജനിച്ചെന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അതാർക്കും കാണാൻ കഴിയത്തില്ല, പക്ഷേ അനുഭവത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന, അങ്ങനെ കടന്നു വന്നിട്ടുള്ളവർക്കൊക്കെ അനുഭവമുണ്ട്. ദൈവകൃപയുടെ കരങ്ങളിൽ വിനയപ്പെട്ട് ഏൽപ്പിച്ചവരെയൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. ആ ഒരു വലിയ സന്തോഷത്തിൽ ജീവിക്കുന്നു. നിത്യരാജ്യം, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വീണ്ടും ജന്മം പ്രാപിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ശാന്തമായി പരിശോധിക്കുമ്പോൾ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ലേ, ദൈവരാജ്യത്തിൽ കടക്കത്തില്ല കേട്ടോ. എന്നാൽ പിന്നെ അങ്ങ് ശരിയാക്കാമെന്ന് വിചാരിച്ചാൽ അതിനൊരു സമയവും കിട്ടത്തില്ല. ദെയർ ഈസ് ഓൺലി വൺ ലൈഫ്, ഒരു ജീവിതമേ ഉള്ളൂ. എത്ര നാൾ പ്രസംഗം കേട്ടല്ലേ, മാറ്റം വന്നില്ലല്ലോ, താമസിക്കല്ലേ. ഇൻ ഓൾ ദ ഹ്യൂമിലിറ്റി, ഏറ്റവും വിനയത്തോടെ പറയട്ടെ, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ വന്നില്ലെങ്കിൽ കർത്താവിന് സന്നിധി പ്രാർത്ഥിച്ചാൽ മതി. ടെലിവിഷൻ പ്രോഗ്രാം കേട്ട് അനേകർ പ്രാർത്ഥനയ്ക്കായി വിളിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ആദ്യം, ചുമ്മാതങ്ങ് പെട്ടെന്ന് പ്രാർത്ഥിക്കത്തില്ല കേട്ടോ. കർത്താവുമായിട്ടുള്ള ബന്ധം ദൈവസന്നിധി സമർപ്പിച്ചൊരു വ്യക്തിയാണോ? സഭയൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. വീണ്ടും ജനനം പ്രാപിച്ച ദൈവപൈതലാണോ എങ്കിൽ മാത്രമേ പ്രാർത്ഥിച്ചിട്ടും കാര്യമുള്ളൂ. അല്ല എന്നാ ഗുണം? അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധി വിനയപ്പെട്ട് പ്രാർത്ഥിക്കാൻ, ദൈവമേ കൃപ തരണേ എന്ന് പ്രാർത്ഥന ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പിന്നെ രക്ഷപ്പെടാനൊക്കത്തില്ല. ഈ ചെറിയ ആയുസ്, ആമേൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എത്ര നാളുണ്ട്? മാങ്ങ പൊഴിയുന്ന പോലെയല്ലേ ജീവിതങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രായമൊന്നും ആകണ്ട, 70-80 ഒന്നും പോകുന്നില്ല അല്ലേ, അട്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ശാന്തമായി പരിശോധിക്കാൻ ദൈവാത്മാവെ അവരെയും സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഈ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഭൂമി ജനിച്ചൊരു ബർത്ത്ഡേ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആത്മാവിൽ ജനിച്ചൊരു ബർത്ത്ഡേ ഉണ്ടോ? ഇല്ലെങ്കിൽ താമസിക്കല്ലേ സഹോദര സഹോദരി, സ്നേഹത്തോടെ പറയട്ടെ. അതിന് കേൾക്കുന്നവരൊക്കെ ദൈവസന്നിധി വിനയപ്പെട്ട് ജസ്റ്റ് മേക്ക് ആൻ അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായോ? ഒരു ദൈവമായിട്ടൊരു ബന്ധത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, ക്രൂശിക്കപ്പെട്ട് എഴുന്നേറ്റു, ഉയർത്തെഴുന്നേറ്റു, നമുക്കായി ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവിൽ വിശ്വസിക്കുന്നവനെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവനെ കർത്താവ് കൈക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ആ മേഖലകളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്. ഇന്ന് മാത്രമല്ല, കർത്താവ് തന്നെ പറഞ്ഞു വേറൊരു കാര്യം. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്. എന്തുവാ? മാർക്കോസിന്റെ 10-ാം 13 മുതൽ 15 വരെ വായിക്കുമ്പോൾ, കർത്താവിൻ്റെ അടുക്കലേക്ക് ചിലർ ശിശുക്കളെ കൊണ്ടുവന്നു. അവർ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരവരെ ശാസിച്ചു. യേശു ഇത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെ. ദൈവരാജ്യം കിടക്കണമെങ്കിൽ ഞാൻ 2 കാര്യം, ദൈവരാജ്യം ആത്മാവിൽ തരത്തുന്ന വിനയമുള്ളവരായി സൗമ്യതയുള്ളവരായിരിക്കുക എന്നുള്ളൊരു ക്വാളിറ്റിയാണ്. അവൻ വീണ്ടും ജനിക്കണം എന്ന് മാത്രമല്ല, അപ്പം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ അതിനകത്തുള്ളൂ കേട്ടോ. ശിശുക്കളെ ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ ഇന്നസെന്റ് അല്ലേ, നിഷ്കളങ്കരാ കുഞ്ഞുങ്ങൾ. എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കും.
തന്നെത്താനായിട്ടൊരു ഡിപ്പെൻഡൻസി ഇല്ല അവർക്ക്. ഡിപ്പെൻഡ് എവറി ടൈം ഫോർ എവറിഥിങ്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. അവരവർ തന്നെ മനസ്സിലാക്കി, അവരുടെ കഴിവൊക്കെ മനസ്സിലാക്കി ജീവിക്കുന്നവരാ. നമ്മളെ കൊണ്ട് ഇതുവരെ ഒക്കത്തുള്ളൂ, ഇതിനപ്പുറത്തോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും മാതാപിതാക്കളുടെ അടുക്കലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ വന്ന് കരഞ്ഞാന്നേലും കാര്യം സാധിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത് മാത്രമല്ല, ദേ ഹാവ് ഫെയ്ത്ത്. അവർക്ക് വിശ്വസിക്കാനായിട്ട് സ്വന്തമായിട്ട് പിടിക്കാം. പക്ഷേ അവർ മാതാപിതാക്കളെ വിശ്വസിക്കും. അവർ പറയുന്നത്, അവർ കേൾക്കുന്നത് ഒക്കെ അവർ ചെയ്യും. അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ജീവിത മണ്ഡലങ്ങളിൽ ശിശുവിനെ പോലെ ആയിത്തീരണമെന്ന് പറഞ്ഞു. നിഷ്കളങ്കരായി കർത്താവ് പറയുന്ന അതുപോലെ വിശ്വസിച്ച്, ചോദ്യം ചെയ്യാതെ വിശ്വസിച്ച്, നന്മയെ എനിക്ക് ദൈവം തരത്തുള്ളൂ. ഒരു മാതാപിതാക്കളെ വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ ലൂക്കോസ് 11 മത്തായി 7 ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരപ്പനെ തൻ്റെ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ, യു ഈവിൾ ക്രീച്ചേഴ്സ്. ഞാൻ എപ്പോഴും പറയുന്ന, ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു പേരൻറ്റും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരാനൊന്നും ചെയ്യത്തില്ല. പിന്നെ എന്ത് ചെയ്യും? നന്മയുടെ അനുഭവം. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്, എത്ര നന്മ, എത്ര നല്ലതോ. ഒരു സ്ഥലത്ത് നന്മയെന്ന്, ഒരു സ്ഥലത്ത് പരിശുദ്ധാത്മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൂടിയ ഒരു നന്മ ഇല്ല വേറെ ലോകത്തിൽ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഈ മണിക്കൂറുകളിൽ ദൈവം ശ്രദ്ധിക്കുമ്പോൾ സ്നേഹത്തോടെ ചോദിക്കട്ടെ, കർത്താവേ, ഒരു ശിശുവിനെ പോലാണ് എൻ്റെ ഹൃദയം. എന്തെല്ലാം കാപട്യം, എന്തെല്ലാം വഞ്ചന, മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നത്. കടാരി എടുത്തൊന്നും കുത്തണ്ട, വാക്കുകൊണ്ട് ഉപദ്രവിക്കുന്നില്ലേ? വാക്കുകൊണ്ട് ഉപദ്രവിക്കുന്നത്. ഇപ്പം ഞാൻ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ അത് വേറെ വിഷയത്തിലാകുന്നതുകൊണ്ട് പറയുന്നില്ല. ചില വാക്കുകൾ ഈ നാളുകളിൽ വരുത്തിയ സംഭവ വികാസങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. എത്ര ഭയങ്കരമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടുകൂടാത്തതാ ആയുധം പ്രയോഗിച്ചാൽ കർണങ്ങൾക്കകം പൂട്ടു എന്നാണ് കുമാരനാശാൻ പാടിയിരിക്കുന്നത്. ആളുകൾ കഴിഞ്ഞാലും അതിൻ്റെ ഇമ്പാക്റ്റ് മാറത്തില്ല. നമ്മൾ പറയുന്ന വാക്ക്, നമ്മൾ കേൾക്കുന്ന വാക്ക് ഒരു മനുഷ്യനെ മുറിക്കാൻ വളരെ മതിയായ, അതിനതിൻ്റെ ശക്തിയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം നമ്മുടെ വാക്കുകൾ. ഒരു കുഞ്ഞിനെ പോലെ സൗമ്യതയുടെ വാക്ക്, സൗമ്യതയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുക. ദൈവരാജ്യ വ്യവസ്ഥകളിൽ കർത്താവെ ഞാനായിരിക്കുന്നു. കാപട്യം എന്തെങ്കിലും എന്നിലുണ്ടോ? ഇരുമുഖമുണ്ടോ? ഒരു മുഖമേ ഉള്ളോ? ഇന്നത്തെ ലോകത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. ആത്മീയ മണ്ഡലത്തെ ഇത് ബാധിച്ചു, അതാണ് ദുഃഖം. ഇവിടോട്ട് ഞാൻ കിടക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ മണിക്കൂറുകളിൽ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. കർത്താവേ, കാലം തികഞ്ഞു. God is at hand. The kingdom of God is at hand. ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു. അല്ലേ? അതിനുള്ള കാലഘട്ടമായത്. ഞാൻ മുമ്പേ പറഞ്ഞു, ദൈവരാജ്യം കർത്താവാണ് ഈ ഭൂമി സ്ഥാപിച്ചത്. അങ്ങനെയാണ്. ഇതുവരെ എന്താ അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും നമ്മൾ കാണാത്ത. അത് പുറകെയുള്ള എപ്പിസോഡ് ഞാൻ പറയാം. അത് അനുഗ്രഹവും സന്തോഷവും ഒക്കെ ആകട്ടോ. പക്ഷേ ദ പെർമിയേഷൻ ഓഫ് സിൻ, പാപത്തിന്റെ പൊളിപ്പ് ഈ സമൂഹത്തിൽ വ്യാപിക്കുക. മനസ്സിലായി? അതുകൊണ്ട് ആ ദൈവരാജ്യ വ്യവസ്ഥകൾ പൂർണ്ണമായി ഇന്നും ഭൂമിയിൽ നടപ്പായിട്ടില്ല. ബട്ട് ഇറ്റ് വിൽ ബി കൺസ്യൂമേറ്റഡ് വെൻ ജീസസ് റിട്ടേൺ. കർത്താവ് മടങ്ങി വരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, പരമാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ച് ദൈവകൃപ കടന്നു വന്നൊരു ദൈവം ഇതിലെ നിന്റെ ജീവിതത്തിലൊരു സന്തോഷമില്ലേ? ഒരാനന്ദമില്ലേ? ഒരു വ്യത്യാസമില്ല? ഇതെങ്ങനെ വന്നു? ദൈവരാജ്യം. ഹല്ലേലൂയ. ദൈവരാജ്യം. ഈ മണിക്കൂറുകളിൽ കർത്താവേ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ അത് വിളിച്ചു പറഞ്ഞു. സ്നാപക യോഹന്നാൻ ഇല്ലേ, യഹൂദ്യ മലഞ്ചെരിവിൽ വിളിച്ചു പറഞ്ഞു. യേശു കർത്താവ് അത് പറഞ്ഞു. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ പുറപ്പെട്ടു ഇന്ന് ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുവിൻ.
അവിടെ സുവിശേഷം പറയണം, അവിടെ രോഗികളെ സൗഖ്യമാക്കണം, അവിടെ പ്രശ്നം ഭൂതങ്ങളെ പുറത്ത് അധികാരം കൊടുത്തു വിട്ടു. In order to execute wonderful miracles among the people. ജനത്തിന് നടുവിൽ ശുശ്രൂഷ ബലപ്പെടാനായിട്ട് to attest the, hallelujah, their ministry, അവരുടെ ആ ശുശ്രൂഷയെ അംഗീകരിക്കപ്പെട്ടതായി തീരത്തക്ക വിധത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളുടെ അധികാരം കൊടുത്തു വിട്ട് ഈ ഭൂമിയിൽ എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും ദൈവത്തെ അറിയണം, എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ അംശങ്ങളായി തീരണം. അതിനാണ് ദൈവം തമ്പുരാൻ ഈ മഹത്തായ ത്യാഗം കാൽവറിയിൽ ചെയ്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ആ സത്യം ഞാൻ ഇതുവരെ ഉൾക്കൊണ്ടില്ലല്ലോ. എന്നെ ദൈവരാജ്യത്തിന് അന്യപ്പെട്ടു പോകുന്ന വ്യക്തിയായിട്ടല്ല, അത് കടക്കാനുള്ള വഴികളിൽ ഒരു പുതുജനനം പ്രാപിച്ച് ഒരു ശിശുവിനെ പോലെ വിനയത്തോടെ നിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ച് അതിനെ പരിപൂർണമായി വിശ്വസിച്ച് ജീവിപ്പാൻ എനിക്ക് കൃപ തരണേന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? ആ അനുഭവത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ കാര്യമൊക്കെ ദൈവം നടത്തിക്കോളും. അത് മുറകെ പറയാം. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്കുണ്ട് ഉറപ്പുള്ളവർ സ്തോത്രം ചെയ്യും, ഇല്ലാത്തവർ പ്രാർത്ഥിക്കുക. കണ്ണടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തോട് ചോദിച്ചേ, സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? കർത്താവേ സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഞങ്ങൾ നിന്റെ നാമത്തിൻ്റെ വലിയ ശക്തിയുടെ വചനം വിളിച്ചു പറയുമ്പോൾ അത് അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകണേ എന്ന് ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ എല്ലാവർക്കും വരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ട വ്യവസ്ഥകൾ നിന്റെ വചനത്തിൽ കൂടെ കർത്താവെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചല്ലോ. അങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളവർക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുമ്പോൾ അല്ലാത്തവർ കർത്താവ് വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരായി തീരാതെ ആമീൻ വിടുതലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിതത്തിൽ ധന്യതമായി തീരാൻ ആമീൻ വചനങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ദൈവം തന്നെ മക്കളെ വചനത്താലും ആത്മാവിലും രൂപാന്തരപ്പെടുത്തി അനുഗ്രഹിച്ച് ആയുസ്സിൻ്റെ നാളുകൾ ധന്യമായി തീരാൻ കൃപകരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപകരങ്ങൾ ഏൽപ്പിക്കട്ടെ. ജീവിത വിഷയങ്ങളിൽ ഭാരപ്പെട്ട് കർത്താവ് അനേകർ ഈ വചനം കേൾക്കുന്നവരുണ്ടല്ലോ, അവർക്കും നീ മതിയായവനാണല്ലോ, നിന്നെ അടുത്ത് വരുന്നവനെ ഞാൻ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് ആ നിന്റെ മക്കളുടെ മേലൊക്കെ വലിയ കരം നീട്ടി അവിടുത്തെ ആണിപ്പാടുള്ള കരത്തിൻ്റെ സ്പർശനത്താൽ ദൈവാത്മാവിൻ്റെ ശക്തിയാൽ വിടുതൽ, സൗഖ്യം, സന്തോഷം, സമാധാനം ഒക്കെ പ്രാപിപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്ന കർത്താവേ, സ്വർഗം വിടുവിച്ച് സഹായിക്കണം. തിരുനാമം മഹത്വപ്പെടണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.